മുത്തുണകളെല്ലാവർക്കും സുഖം വിചാരിക്കണേ. അപ്പം അച്ചായൻ്റെ പ്രശ്നത്തിന് എന്തെങ്കിലും പറഞ്ഞില്ല നമ്മളൊന്നും മനുഷ്യന്മാരോ ഇല്ല. കാരണം നിരവധി ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന ഒരാളാണ് അച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തി. അതെന്തോ ആയിക്കോട്ടെ. എടാ ഞാൻ ഈ പറഞ്ഞ വേറൊന്നുമല്ല, ഈ വീഡിയോസ് ഇടുന്ന ഈ ആട്ടുംകാട്ടങ്ങൾ, എടാ ഒരു ചായ നിങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യന്. എനിക്കതാ പറയുള്ളൂ. എടാ നിരവധി ആൾക്കാർ ഇവിടെ നമ്മളെ നികുതിപ്പണം എടുത്ത് ടാക്സ് അടച്ച് അതിൽ പറ്റിച്ച് പോണ കുറേ ആൾക്കാരില്ലേ, നിങ്ങൾ അവരൊക്കെ വീഡിയോ ചൊരണ്ടിക്കൊണ്ടാ. അപ്പോൾ കാണാൻ ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഈ 40 വീടൊക്കെ വെച്ച ഒരാളെ ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടിട്ട് അത് ഇതിൽ കൂടെ ഒന്ന് റീച്ച് ഉണ്ടാക്കണ അല്ലടോ. ഈ ഒരു ചായ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞ ആൾക്കാർ. അതൊക്കെ പോട്ടെ, മൂപ്പര് ഇതിന് പുറമെ അന്നദാനം, പിന്നെ ഒരു കുടുംബത്തിൻ്റെ ഇതമാതിരി ഒരു ബാങ്കിലൊരു പ്രശ്നം വന്ന് ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് മൂപ്പര് രക്ഷപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ തുല്യ പോരാ. അപ്പോൾ അച്ചായൻ ദൈവമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോൾ ഒക്കെ കൂടി തിരിഞ്ഞ് ഈ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു പിടി ചോറിന് വേണ്ടി അടിച്ചു വന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വല്ലാണ്ട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാലും പറയാതെ വയ്യ. ഒരു പഞ്ചായത്തിൻ്റെ റോഡ് വെച്ച് കഴിഞ്ഞാൽ എട്ടപ്പത്തിൻ്റെ ഫ്ലക്സ് വയ്ക്കും ഇല്ലേ? ഒരു പഞ്ചായത്തിൻ്റെ റോഡ് വെച്ച് നമ്മുടെ ടാക്സിൽ നിന്ന് എടുത്ത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരു റോഡ് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടി ആയിക്കോട്ടെ അതിൽ എട്ടപ്പത്തിൻ്റെ ഫ്ലക്സ് വയ്ക്കണം അല്ലേ നമ്മൾ? എന്നിട്ട് അയാളെ പൈസയും കൊടുത്തിട്ട് പാവപ്പെട്ടവരെ സഹായിച്ചതാണ് ഇപ്പോൾ പ്രശ്നം. ഇവിടെ നിരവധി ആൾക്കാർ ഉദ്ഘാടനത്തിന് പുറത്തുനിന്നും പല നടന്മാരും നടിമാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. മൂപ്പര് 40 മൂപ്പര് കട ഷോപ്പ് ഉദ്ഘാടനം മൂപ്പര് പറയുന്നുണ്ട്. 40 വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ഉദ്ഘാടനത്തിന് ഓരോ വീടിന് എന്നുള്ള ലെവലിൽ മൂപ്പര് ചെയ്യുന്നുണ്ട്. മൂപ്പര് പൈസയും കൊടുത്തിട്ട്. എന്നിട്ട് ഇപ്പം എന്താ മൂപ്പർക്ക് കാര്യം ഉണ്ടായി? ഒരു കാര്യമില്ല. പക്ഷെ ഇങ്ങനത്തെ ആട്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചാറ്റും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വരുമോ? ഇല്ല. എന്നിട്ട് ഈ പറയുന്ന കിണാപ്പന്മാർ 10 രൂപ പോലും ഒരു ചായ മേടിച്ചു കൊടുക്കാത്ത കിണാപ്പന്മാരാണ് ഈ പറഞ്ഞിട്ട് ഗുണാന്ന് പറയുന്നത്. ഇവരെന്തേലും കാര്യം എന്തേലും ഉപകാരം ഉണ്ടാ? ഇല്ലല്ലോ. ഈ ഉപകാരം ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? നാളെ മേലാക്കം ചാവാൻ നിൽക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ ഇമ്മാതിരി ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവരെങ്ങൾ സഹായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ദയവ് ഇത് ഉപദ്രവിക്കരുത്. വേറെ എത്രയോ കാര്യം ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോട്ടെ, ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല. ഒരു ഭക്തൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ദൈവമേ എനിക്ക് ആരോഗ്യവും ആയുസ്സും സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളും തരണേന്ന് പറയാം. ദൈവം എന്താ പറഞ്ഞതെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം ആർക്കെങ്കിലും? എടാ ഇന്നെ തന്നെ എനിക്ക് നോക്കാൻ വയ്യ പൊന്നാര ചങ്ങായി. ദൈവം പറയാം ഇന്നെ തന്നെ എനിക്ക് നോക്കാൻ പറ്റില്ല. എന്നാൽ ഇന്നെ ആരാ നാളെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം എന്നെ നോക്കിയിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ കേട്ടോ. വിമർശിക്കണവർ എന്തേലൊക്കെ ചെയ്തിട്ട് കാണിക്കും. ഞാൻ ഇങ്ങനെ എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വിമർശിക്കണമെന്ന് ഇജ്ജ് പറയും. അങ്ങനെ കുറവുണ്ട്. എന്തായാലും അച്ഛൻ്റെ ഫുള്ള് സപ്പോർട്ടുണ്ട്. കാരണം അയാൾക്ക് നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അടിച്ചാത്ത കുറേ ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്കും തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത് ഇവർക്ക് 1.5 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛന് ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ.